ഇന്ന് നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ, അത് എളുപ്പമായിട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അരി നമ്മളിവിടെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ചെമ്പിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യണം. ആദ്യം ക്യാരറ്റാണ് എടുക്കേണ്ടത്. ക്യാരറ്റ് നമ്മളൊരു 3-4 എടുക്കുന്നുണ്ട്. അത് ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അടുത്തത് കുറച്ച് ബീൻസാണ് എടുക്കുന്നത്. ബീൻസും ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അടുത്തത് ഉള്ളി നമ്മൾ കുനുകുനുന്നനെ വേണം അരിഞ്ഞെടുക്കാൻ, ചെറുതായിട്ട് വേണം അരിയാൻ. ഒരു 3-4 ഉള്ളി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതും ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി കുറച്ച് ക്യാബേജാണ് എടുക്കുന്നത്. അതും ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അടുത്തൊരു ഫുൾ ക്യാപ്സിക്കം നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം. മാക്സിമം ചെറുതായിട്ട് വേണം അത് അരിഞ്ഞെടുക്കാൻ. ഇപ്പം നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ച് മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരി ഉണ്ടല്ലോ, അത് ഇട്ട് വെക്കണം. അതൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. കുതിർത്ത എണ്ണ അരി. നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത്. അത് നമ്മളിനി ഈ വെള്ളത്തിലോട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഇതിൽ തന്നെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയാണ്? 5 ഉറുപ്പിക. ഇപ്പം നമ്മുടെ റൈസ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ദമ്മിടുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുക്കണം. അതിന് ഇതേപോലെ ചട്ടി വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വെളുത്തുള്ളി വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മളെ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. വലിയ ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ്, ബീൻസ്, ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ കുറച്ചുകൂടി സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോയ സോസ് കമ്മി ആയതുകൊണ്ടാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ റൈസും നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസും വെജിറ്റബിൾസും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി കിടിലൻ വെജ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ ഫുഡ് റെസിപ്പി വീഡിയോസിനായി നമ്മളൊപ്പം ഒന്ന് കൂടി സപ്പോർട്ട് ചെയ്യണേ.